നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച കുറച്ച് ലേഖനങ്ങളാണ്. കലയും സാഹിത്യവും ഇതൊക്കെ നമ്മളെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്ന പണ്ടുമുതലേ പല നാടുകളിലുള്ള ആളുകൾ ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചനകളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന 6 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത്രയുള്ളൂ. ഇന്ത്യ, ഗ്രീസ്, ജപ്പാൻ ഈ 3 സംസ്കാരങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഈ ആശയങ്ങളെ ഒന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് മനുഷ്യൻ സൗന്ദര്യത്തെയും കലയെയും എങ്ങനെ നോക്കിക്കണ്ടു എന്നതിലേക്കുള്ള ഒരു യാത്രയായി ഇതിനെ കണ്ടാൽ മതി. അതൊരു നല്ല തുടക്കമാണ്. ഇതിലെ ഒരു രസം എന്താന്ന് വെച്ചാൽ, ചോദ്യങ്ങൾ മിക്കവാറും ഒന്നായിരുന്നു: എന്താണ് സൗന്ദര്യം? ഒരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരേപോലുള്ള ചോദ്യങ്ങൾക്ക് ഓരോ സംസ്കാരവും കണ്ടെത്തിയ ഉത്തരങ്ങൾ എത്ര വ്യത്യസ്തമായിരുന്നു എന്നതാണ്. പിന്നെ ഈ ആശയങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു പഴക്കവും വന്നിട്ടില്ല. ഇന്നും നമുക്കിത് പലയിടത്തും ഉപയോഗിക്കാൻ പറ്റും. ശരിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ആദ്യത്തെ 2 ആശയങ്ങൾ രസം, പിന്നെ ഭാവം. ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന പുസ്തകത്തിലാണല്ലോ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നത്. രസമെന്ന് പറഞ്ഞാൽ ഒരു സിനിമയോ നാടകമോ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈകാരിക അനുഭവം, അല്ലേ? സ്നേഹവും ദുഃഖവുമൊക്കെ നമ്മൾ രുചിച്ചറിയുന്നത് പോലെ. അതെ, ആസ്തറ്റിക് ഫ്ലേവർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. 9 തരം രസങ്ങളുണ്ട്. അതാണ് നവരസങ്ങൾ. ശൃംഗാരം അല്ലെങ്കിൽ പ്രണയം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, പിന്നെ ശാന്തം. ഒരു കലാസൃഷ്ടി വിജയിക്കുന്നത് ഈ രസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മളിലേക്ക്, അതായത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴാണ്. ഇവിടെയാണ് എനിക്ക് എപ്പോഴും ഒരു സംശയം വരാറുള്ളത്. ഈ രസവും ഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നടൻ സ്റ്റേജിൽ ദുഃഖം അഭിനയിക്കുമ്പോൾ നമുക്കും ദുഃഖമാണോ ഉണ്ടാകുന്നത്, അതോ വേറെ എന്തെങ്കിലും വികാരമാണോ? വളരെ നല്ല ചോദ്യമാണ്. അവിടെയാണ് ഇതിന്റെ ആ സൂക്ഷ്മമായ വ്യത്യാസം കിടക്കുന്നത്. ഭാവം എന്ന് പറയുന്നത് നടൻ പ്രകടിപ്പിക്കുന്ന വികാരമാണ്. സ്റ്റേജിൽ ഒരു കഥാപാത്രം ദുഃഖം, അതായത് ശോകം എന്ന ഭാവം അഭിനയിക്കുന്നു. അത് വളരെ നന്നായി ചെയ്യുമ്പോൾ കാണുന്ന നമുക്കുണ്ടാകുന്നത് ആ കഥാപാത്രത്തോടുള്ള ഒരു സഹതാപമോ അനുകമ്പയോ ആണ്. അതാണ് കരുണ എന്ന രസം. അതായത് ഭാവം നടനിൽ നിന്ന് തുടങ്ങുന്നു, രസം പ്രേക്ഷകനിൽ പൂർത്തിയാകുന്നു. നടൻ കരയുമ്പോൾ നമ്മളും അതേ കാരണം കൊണ്ട് കരയുന്നില്ല, മറിച്ച് ആ കഥാപാത്രത്തിന്റെ അവസ്ഥ കണ്ട് നമ്മുടെ ഉള്ളിൽ കരുണ ഉണരുകയാണ് ചെയ്യുന്നത്. ആഹാ, ഇപ്പോഴാണത് വ്യക്തമായത്. അപ്പോൾ ഭാവം ഒരു ചേരുവയും അതെ, രസം അതുകൊണ്ടുണ്ടാകുന്ന വിഭവവുമാണ്. പലതരം മസാലകൾ, അതായത് ഭാവങ്ങൾ ശരിയായ അളവിൽ ചേരുമ്പോൾ നല്ല രുചിയുള്ള ഒരു കറി, രസം ഉണ്ടാകുന്നതുപോലെ. കൃത്യമായി പറഞ്ഞു. ഈ ഭാവങ്ങൾ തന്നെ പലതരമുണ്ട്. സ്നേഹം, ദുഃഖം പോലെയുള്ള സ്ഥിരമായി നിൽക്കുന്ന സ്ഥായി ഭാവങ്ങൾ, പിന്നെ അസൂയ, നാണം പോലെയുള്ള വന്നുപോകുന്ന സഞ്ചാരി ഭാവങ്ങൾ. ഇവയെല്ലാം ചേർന്നാണ് ആ രസം എന്ന അനുഭവത്തെ തീവ്രമാക്കുന്നത്. നമുക്ക് സമകാലികമായൊരു ഉദാഹരണം നോക്കിയാലോ? മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമ. അത് പ്രേക്ഷകനിൽ ഭയാനക രസവും ഒപ്പം അത്ഭുത രസവും ഉണ്ടാക്കുന്നില്ലേ? ഓ, തീർച്ചയായും. അവിടെ കൊടുമൺ പോറ്റിയുടെ ചിരിയും നോട്ടവും സംസാരവുമെല്ലാം അതാണ് ഭാവങ്ങൾ. നമ്മളിൽ ഭയവും ആകാംക്ഷയും നിറയ്ക്കുന്നു. കൊള്ളാം. അത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. കാളിദാസന്റെ ശാകുന്തളത്തിലെ ശൃംഗാരരസവും ബാസന്റെ ഊരുഭംഗത്തിലെ വീരരസവുമൊക്കെ ക്ലാസിക് ഉദാഹരണങ്ങളായി നമ്മുടെ സോഴ്സുകളിൽ പറയുന്നുണ്ട്. പക്ഷെ ഭ്രമയുഗം പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായി. അതെ, ഏത് കാലഘട്ടത്തിലെ കലയെ മനസ്സിലാക്കാനും ഈ ആശയം നമ്മളെ സഹായിക്കും. അപ്പോ ഇന്ത്യയിൽ കലയുടെ ഒരു പ്രധാന ലക്ഷ്യം പ്രേക്ഷകനിൽ തീവ്രമായ ഒരു വൈകാരിക അനുഭവം ഉണ്ടാക്കുക എന്നതായിരുന്നു. എന്നാൽ ലോകത്തിന് മറ്റൊരു ഭാഗത്ത്, ഗ്രീസിൽ, ആശയവിനിമയത്തെ കണ്ടിരുന്നത് ആളുകളെ ഒരു കാര്യം ബോധ്യപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഉള്ള ഒരു ഉപകരണമായിട്ടാണ്, അല്ലേ? അതാണല്ലോ ഈ റെട്ടറിക് എന്ന ആശയം. തീർച്ചയായും. പുരാതന ഏതൻസിലെ ജനാധിപത്യം ഒന്ന് ഓർത്തു നോക്കൂ. അവിടെ പൊതുവേദികളിലും കോടതികളിലും ആളുകളെ സംസാരിച്ച് കയ്യിലെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അവിടെയാണ് റെട്ടോറിക്കിന്, അതായത് പ്രസംഗകലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം വന്നത്. അക്കാലത്ത് സോഫിസ്റ്റുകളെന്ന് പറയുന്ന ചില അധ്യാപകർ പണം വാങ്ങി ആളുകളെ ഈ കല പഠിപ്പിച്ചിരുന്നു. സത്യം എന്താണെന്നതിനേക്കാൾ പ്രധാനം വാദിച്ച് ജയിക്കാനാണ് അവർ പഠിപ്പിച്ചത്. പക്ഷേ പ്ലേറ്റോയെപ്പോലുള്ള ചിന്തകർക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ആളുകളുടെ വികാരങ്ങളെ മുതലെടുത്ത് അവരെ വഴിതെറ്റിക്കുന്ന
ഒരു തട്ടിപ്പായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. അതെ, പ്ലേറ്റോയുടെ കാഴ്ചപ്പാടിൽ റെട്ടോറിക്ക് സത്യത്തിൽ നിന്ന് ആളുകളെ അകറ്റുന്ന ഒന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ കുറച്ചുകൂടി പ്രായോഗികമായി ഇതിനെ സമീപിച്ചു. റെട്ടോറിക് എന്നത് ഒരു ഉപകരണം മാത്രമാണ്, ഒരു കത്തി പോലെ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പഴിക്കേണ്ടത് ആ കലയെയല്ല, അത് ദുരുപയോഗം ചെയ്യുന്നവരെയാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം എങ്ങനെ വിജയകരമാക്കാം എന്ന് ചിട്ടപ്പെടുത്തി. അതിന് 3 ഘടകങ്ങൾ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു: ഈഥോസ്, പാഥോസ്, പിന്നെ ലോഗോസ്. ഈ 3 വാക്കുകൾ നമ്മൾ ഇപ്പോഴും കേൾക്കാറുള്ളതാണല്ലോ. അതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ? തീർച്ചയായും. 1. ഈഥോസ്. ഇത് സംസാരിക്കുന്ന ആളുടെ വിശ്വാസ്യതയാണ്. പറയുന്ന ആൾക്ക് നല്ല സ്വഭാവവും വിഷയത്തിൽ അറിവും സത്യസന്ധതയും ഉണ്ടെന്ന് നമുക്ക് തോന്നണം. 2. പാഥോസ്. ഇത് കേൾക്കുന്നവരുടെ വികാരങ്ങളെ തൊട്ടുണർത്താനുള്ള കഴിവാണ്. അവരുടെ സന്തോഷം, ദുഃഖം, ഭയം, പ്രതീക്ഷ ഇതിനെയൊക്കെ സ്വാധീനിക്കാനാകണം. 3. ലോഗോസ്. ഇത് യുക്തിയും തെളിവുകളുമാണ്. വ്യക്തമായ കാരണങ്ങളും കണക്കുകളും നിരത്തി സംസാരിക്കുന്നത്. നിങ്ങൾ അടുത്ത തവണ ഒരു പരസ്യം കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ. അവർ ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങൾ, അതായത് ലോഗോസ്, മാത്രം പറഞ്ഞാണോ വിൽക്കാൻ ശ്രമിക്കുന്നത്? അതോ വിരാട് കോഹ്ലിയെപ്പോലൊരു സെലിബ്രിറ്റിയെ, അതായത് ഈഥോസ് ഉപയോഗിച്ചോ? അല്ലെങ്കിൽ നമ്മുടെയെല്ലാം ഉള്ളിലെ സ്നേഹത്തെയോ നൊസ്റ്റാൾജിക് ഓർമ്മകളെയോ ഉണർത്തുന്നൊരു കഥ പറഞ്ഞ്, അതായത് പാഥോസ് ഉപയോഗിച്ചാണോ അത് വിൽക്കുന്നത്? അരിസ്റ്റോട്ടിലിന്റെ ഈ 3 ആശയങ്ങളും ഇന്നും മാർക്കറ്റിംഗിലും രാഷ്ട്രീയത്തിലും എത്ര ശക്തമായി ഉപയോഗിക്കുന്നു എന്നത് അത്ഭുതമാണ്. വളരെ ശരിയാണ്. ആധുനിക ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോൽ കൂടിയാണത്. അതിലെ 3ാമത്തെ പോയിന്റായ ലോഗോസ് ഗ്രീസിൽ നിന്നുള്ള നമ്മുടെ 2ാമത്തെ പ്രധാന ആശയമാണ്. ഇതൊരു സാധാരണ വാക്കല്ല അല്ലേ? ഇതിന് വാക്ക്, യുക്തി, കാരണം എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ടെന്ന് നമ്മുടെ സോഴ്സുകളിൽ പറയുന്നുണ്ട്. അതെ, ലോഗോസ് വളരെ ആഴമുള്ളൊരാശയമാണ്. ഹെറാക്ലീറ്റസിനെ പോലുള്ള ചിന്തകർക്ക് ലോഗോസ് എന്നത് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സാർവത്രിക നിയമം അഥവാ യുക്തിയായിരുന്നു. ലോകത്ത് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ മാറ്റത്തിന് പിന്നിൽ ഒരു ക്രമമുണ്ട്, ഒരു നിയമമുണ്ട്. അതാണ് ലോഗോസ്. ഒരു മിനിറ്റ്. അപ്പോൾ ലോഗോസ് എന്ന ഒരൊറ്റ വാക്കിന് പ്രസംഗത്തിലെ യുക്തി, പിന്നെ പ്രപഞ്ച നിയമം എന്നൊക്കെ അർത്ഥം വന്നു എന്നാണോ? ഒരേ ആശയം കാലത്തിനനുസരിച്ച് ഇത്രയധികം മാറിയെന്നത് അത്ഭുതം തന്നെ. മാറ്റം അവിടെയും നിന്നില്ല. ക്രിസ്ത്യൻ ദൈവശാസ്ത്രം ഈ ആശയത്തെ ഏറ്റെടുത്തു. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നതെങ്ങനെയാണ്? ആദിയിൽ വചനം, അതായത് ലോഗോസ് ഉണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു. ഇവിടെ ലോഗോസ് എന്നത് ലോകത്തെ സൃഷ്ടിച്ച് ദൈവീകമായ യുക്തിയും വചനവുമായി മാറി. എന്നാൽ 20ാം നൂറ്റാണ്ടിൽ ജാക്ക് ദെറിദയെപ്പോലുള്ള ചിന്തകർ ലോഗോസെൻട്രിസം എന്ന ആശയത്തെ നിശിതമായി വിമർശിച്ചു. ലോഗോസെൻട്രിസം, ആ വാക്കിന്റെ അർത്ഥമെന്താണ്? ലളിതമായി പറഞ്ഞാൽ, ഏതൊരു കാര്യത്തിനും ഒരൊറ്റ ശരി, ഒരൊറ്റ കേന്ദ്രം, ഒരൊറ്റ അർത്ഥമുണ്ട് എന്നൊരു പാശ്ചാത്യ ചിന്തയുടെ അടിത്തറയുണ്ടല്ലോ. ഉണ്ട്. അതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. ഭാഷയിലെ വാക്കുകൾക്ക് സ്ഥിരമായ ഒരർത്ഥമില്ലെന്നും അത് സാഹചര്യങ്ങൾക്കനുസരിച്ചു മാറിക്കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. അങ്ങനെ ഒരു കാലത്ത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായിരുന്ന ലോഗോസ് ചോദ്യം ചെയ്യപ്പെടുന്ന അസ്ഥിരമായൊരു ആശയമായി മാറി. അപ്പോൾ ഗ്രീസിലെ ആശയങ്ങൾ യുക്തിക്കും കൃത്യതയ്ക്കും പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ അടുത്ത യാത്ര തികച്ചും വ്യത്യസ്തമായ ഒരിടത്തേക്കാണ്, ജപ്പാനിലേക്ക്. അവിടെ സൗന്ദര്യം കണ്ടെത്തുന്നത് പറയാത്ത കാര്യങ്ങളിലും പൂർണ്ണമല്ലാത്ത രൂപങ്ങളിലുമാണ്, അല്ലേ? അതെ. ഗ്രീസിലെ ആ ഒരു വ്യക്തതയിൽ നിന്ന് ജപ്പാനിലെ ഒരു നിഗൂഢതയിലേക്ക്. ഇവിടുത്തെ ആദ്യത്തെ ആശയം യുഗേനാണ്. ഇത് വാക്കുകൾ കൊണ്ട് പൂർണ്ണമായി വിശദീകരിക്കാൻ കുറച്ചു പ്രയാസമാണ്. നേരിട്ട് കാണുന്ന ഭംഗിയേക്കാൾ നമ്മളിൽ അത് ഉണർത്തുന്ന ആഴത്തിലുള്ളതും പറഞ്ഞറിയിക്കാനാവാത്തതുമായ ഒരനുഭവമാണിത്. നമ്മുടെ സോഴ്സുകളിൽ ജപ്പാനിലെ നോ നാടകകലയുടെ ആചാര്യനായിരുന്ന സീമി മോട്ടോക്യോ ഇതിനെ വിശേഷിപ്പിക്കുന്നതിങ്ങനെയാണ്: പൂക്കൾ നിറഞ്ഞ ഒരു കുന്നിനു പിന്നിലേക്ക് സൂര്യൻ പതുക്കെ അസ്തമിക്കുന്നത് കാണുന്നതുപോലെ. ആ കാഴ്ച മുഴുവനായി നമ്മുടെ മുന്നിലില്ല, പക്ഷേ ആ സൂചന നമ്മളിൽ ആഴത്തിലുള്ളൊരു വികാരം ഉണർത്തുന്നു. അതാണ് യുഗേൻ. ഒരു കാക്ക വന്നിരുന്നു, ശരത്കാല സന്ധ്യ. ഈ കവിതയിൽ ഏകാന്തത എന്നോ വിഷാദം എന്നോ ഒരു വാക്കുപോലുമില്ല. പക്ഷെ ആ ചിത്രം
നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന നിശബ്ദമായ ശൂന്യതയും വിഷാദവും നമുക്ക് ആഴത്തിൽ അനുഭവിക്കാൻ കഴിയും. അതാണ് യൂഗേൻ, പറയാതെ പറയുന്നതിന്റെ സൗന്ദര്യം. ആ നിശബ്ദതയിലാണ് ഭംഗി ഒളിഞ്ഞിരിക്കുന്നത്. ഇനി ജപ്പാനിൽ നിന്നുള്ള രണ്ടാമത്തെ ആശയത്തിലേക്ക് കിടക്കാം. വാബി സാബി. യൂഗേൻ നിഗൂഢമായ സൗന്ദര്യമാണെങ്കിൽ വാബി സാബി നമ്മുടെ കൺമുന്നിലുള്ള, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത സൗന്ദര്യമാണ്, അല്ലേ? അതെ, ലളിതമായ, അപൂർണമായ, കാലപ്പഴക്കം ചെന്ന വസ്തുക്കളിൽ സൗന്ദര്യം കണ്ടെത്തുന്നൊരു രീതിയാണിത്. പൂർണ്ണതയിലല്ല, അപൂർണതയിലാണ് സൗന്ദര്യം എന്ന ചിന്ത. ഇതിനൊരു ഉദാഹരണം പറയാമോ, ശ്രോതാക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ? തീർച്ചയായും. നിങ്ങളുടെ കയ്യിലിരുന്ന് ചെറുതായി പൊട്ടിയൊരു ചായക്കപ്പ് സങ്കൽപ്പിക്കുക. അത് ഭംഗിയായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊട്ടലിന്റെ പാടിനെ ഒരു കുറവായി കാണാതെ അതിന്റെ ചരിത്രത്തിന്റെ, അതിന്റെ കഥയുടെ ഭാഗമായി കണ്ട് സ്നേഹിക്കുന്നതാണ് വാബി സാബി. എന്റെ കയ്യിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുസ്തകമുണ്ട്. അതിന്റെ താളുകൾ മഞ്ഞച്ചു, അരികുകൾ ചെറുതായി കീറിയിട്ടുണ്ട്. പക്ഷെ പുതിയൊരെണ്ണം വാങ്ങാൻ എനിക്ക് തോന്നാറില്ല. കാരണം ആ പഴക്കവും ഉപയോഗിച്ചതിന്റെ പാടുകളുമാണ് അതിന്റെ ഭംഗി. അതാണ് എനിക്ക് വാബി സാബി. ആ പറഞ്ഞത് വളരെ ശരിയാണ്. പുതിയ ഒന്നിനല്ലാത്ത ഒരു ആത്മാവ് ആ പഴയ പുസ്തകത്തിനുണ്ടാകും. അതെ, ഈ ആശയം സെൻ ബുദ്ധിസവുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ നശ്വരതയെയും ലാളിത്യത്തെയും അംഗീകരിക്കാനുള്ള ഒരു വഴിയാണിത്. ഇതിന്റെ സ്വാധീനം ആധുനിക കലയിലും സാഹിത്യത്തിലുമുണ്ട്. ഉദാഹരണത്തിന് സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകം ഓർത്തുനോക്കൂ. അതെ, ശൂന്യമായ സ്റ്റേജ്, ആവർത്തന വിരസമായ സംഭാഷണങ്ങൾ, ഒരിക്കലും വരാത്തൊരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആ അപൂർണതയിലും ശൂന്യതയിലും ഒരുതരം സൗന്ദര്യമുണ്ട്. വാബി സാബിയും മിനിമലിസവും സൗന്ദര്യം കണ്ടെത്തുന്നത് കൂട്ടിച്ചേർക്കലുകളിലല്ല, മറിച്ച് ഒഴിവാക്കലുകളിലാണ്. അപ്പോ ഇതെല്ലാം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കിതൊന്ന് ചുരുക്കി നോക്കാം. നമ്മളിന്ന് 6 ആശയങ്ങളാണ് പരിചയപ്പെട്ടത്. വികാരങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യൻ സിദ്ധാന്തങ്ങളായ രസവും ഭാവവും, സ്വാധീനത്തെയും യുക്തിയെയും കുറിച്ചുള്ള ഗ്രീക്ക് കാഴ്ചപ്പാടുകളായ റെട്ടോറിക്കും ലോഗോസും, പിന്നെ അപൂർണതയുടെയും നിഗൂഢതയുടെയും ജാപ്പാനീസ് സൗന്ദര്യശാസ്ത്രങ്ങളായ യൂഗേനും വാബി സാബിയും. ഇതിലെ പ്രധാന ആശയം ഇതാണ്: കലയെയും ജീവിതത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ ഒതുങ്ങി നിന്നില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യൻ ഒരേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നാൽ വളരെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഈ പുരാതന ആശയങ്ങൾ നിങ്ങൾക്കൊരു സിനിമ കാണുമ്പോഴോ ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കുമ്പോഴോ, എന്തിന്, കാലപ്പഴക്കം വന്ന നിങ്ങളുടെ സ്വന്തം വീട്ടിലെ ഒരു പഴയ സാധനത്തിന്റെ ഭംഗി ആസ്വദിക്കുമ്പോഴോ ഉപയോഗിക്കാവുന്ന ചില കണ്ണടകൾ പോലെയാണ്. ലോകത്തെ നോക്കിക്കാണാനുള്ള പുതിയ കാഴ്ചപ്പാടുകൾ. തീർച്ചയായും. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ശ്രോതാവായ നിങ്ങൾക്ക് ഒരു ചിന്ത തരാം. പൊട്ടിയ ഒരു കപ്പലിൽ വാബി സാബി എങ്ങനെ സൗന്ദര്യം കണ്ടെത്തുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അപൂർണമായതോ കാലപ്പഴക്കം ചെന്നതോ ആയ ഒരു വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളുടെ പഴയൊരു പുസ്തകമാകാം, നിറം മങ്ങിയൊരു ഫോട്ടോ ആകാം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വീണ് ചെറുതായി പൊട്ടിയ നിങ്ങളുടെ പ്രിയപ്പെട്ട കോഫി മഗ്ഗാകാം. സാധാരണഗതിയിൽ നമ്മളതിൻ്റെ കുറവുകളായിരിക്കും കാണുന്നത്. എന്നാൽ അതിനു പകരം വാബി സാബിയുടെ കണ്ണിലൂടെ ഒന്ന് നോക്കിയാൽ അതിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അതിന്റെ തനിമയും ഒരു പുതിയ തരം സൗന്ദര്യമായി നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ? ഈ ചോദ്യം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു.